ഇനി ചില വിദേശ വാർത്തകൾ നോക്കാം. വടക്കൻ ഗാസയിലെ ആശുപത്രികളിൽ കുട്ടികൾ പട്ടിണി കാരണം മരിക്കുന്നുവെന്ന് ലോകാരോഗ്യ സംഘടന. അൽ ഖൗദ, കമാൽ അദ്വൻ ആശുപത്രികളിൽ ലോകാരോഗ്യ സംഘടന സഹായ സംഘം സന്ദർശനം നടത്തിയിരുന്നു. പിന്നാലെയാണ് WHO മേധാവി ടെഡ്രോസ് അദാനോം ഗെബ്രിയേസസിന്റെ പ്രതികരണം. യുദ്ധം തുടങ്ങി മാസങ്ങൾ പിന്നിട്ടിട്ടും ഗാസയിൽ അതിജീവനം വിദൂരത്ത് തന്നെയാണ്. വടക്കൻ ഗാസയിലെ ഏക ശിശുരോഗാശുപത്രിയായ കമാൽ അദ്വാൻ രോഗികളെക്കൊണ്ട് നിറഞ്ഞുകവിഞ്ഞു. ഭക്ഷണത്തിന്റെ അഭാവം 10 കുട്ടികളുടെ മരണത്തിന് കാരണമായിട്ടുണ്ടെന്നും ലോകാരോഗ്യ സംഘടനാ മേധാവി ടെഡ്രോസ് അദാനോം ഗെബ്രിയേസസ് പറഞ്ഞു. സഹായം ലഭിക്കാത്ത വടക്കൻ ഗാസയിൽ പോഷകാഹാരക്കുറവ് മൂലം 16 കുട്ടികളാണ് മരണത്തിന് കീഴടങ്ങിയത്. ഭക്ഷണത്തിന്റെ ദൗർലഭ്യത്തിനു പുറമെ വൈദ്യുതിയുടെ അഭാവവും രോഗികളുടെ പരിചരണത്തിന് ഗുരുതരമായ ഭീഷണിയാണ് ഉയർത്തുന്നത്. പ്രത്യേകിച്ച് തീവ്രപരിചരണ വിഭാഗവും നവജാത ശിശു യൂണിറ്റും പോലുള്ള നിർണായക മേഖലകളിൽ ഇവ സൃഷ്ടിക്കുന്നത് വലിയ പ്രതിസന്ധിയാണ്. ഓരോ ആഴ്ചയിലും ലോകാരോഗ്യ സംഘടന ആശുപത്രികളിൽ 9500 ലിറ്റർ ഇന്ധനവും അവശ്യ മെഡിക്കൽ സപ്ലൈകളും എത്തിക്കുന്നുണ്ടെങ്കിലും ഇതുകൊണ്ട് മാത്രം ഗാസയ്ക്ക് അതിജീവിക്കാൻ കഴിയില്ലെന്നാണ് സംഘടന അറിയിക്കുന്നത്. മാനുഷിക സഹായം സുരക്ഷിതമായും കൃത്യമായും വിതരണം ചെയ്യാൻ കഴിയുമെന്നത് ഉറപ്പാക്കണമെന്ന് ലോകാരോഗ്യ സംഘടനാ മേധാവി ഇസ്രായേലിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.